ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? ഈ വഴുതടയില് ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? എന്റെ പുറകെ നടന്ന് ഈ കാശ് കൊടുക്കല്. എന്നാ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് തരാൻ കൊടുക്കോ? എന്റെ ചങ്ങാതി, ഇതൊക്കെയല്ലേ മനുഷ്യന്മാര് തമ്മിലുള്ള ഒരു ജീവിതം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ലേ നിങ്ങളുടെ ബൈബിൾ വരെ പറഞ്ഞിട്ടുള്ളത്. അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും ബൈബിളിലുണ്ട്. ഇയാളെന്നെ ബൈബിളൊന്നും പഠിപ്പിക്കണ്ട. ഇങ്ങനത്തെ ഔദാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടാണ്. ഇതൊരു തരം മിഥ്യാഭിമാനം. സഖാവിന്റെ ഫാദർ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോ ഞാൻ വന്നത് ഹോസ്പിറ്റൽ ബില്ല് തരാനൊന്നും അല്ല, ഒരു മര്യാദ. വന്നപ്പോ അവിടുത്തെ സാഹചര്യം എനിക്ക് മനസ്സിലായി. എന്റെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. ബില്ലടക്കട്ടെ ചോദിച്ചപ്പോ ആരും വേണ്ടാന്നും പറഞ്ഞില്ല. സഖാവിന് അത് ഇൻസൾട്ട് ആയെങ്കിൽ സോറി, എന്റെ കാശ് ഇപ്പൊ തിരിച്ചു തന്നേക്കും. ഇപ്പൊ കയ്യിലില്ലെങ്കിൽ വൈകിട്ട് കോളേജ് കഴിഞ്ഞാൽ വീട്ടിൽ വരാം, അപ്പൊ തന്നാ മതി. ഇന്നോ? ഇന്ന്. ഇന്നിപ്പോ പെട്ടെന്ന് എന്റെ അടുത്ത് തരാൻ പറഞ്ഞ എനിക്ക് പിന്നെ എപ്പ തരും? ഒരാഴ്ചക്കുള്ളിൽ തരാം. അപ്പൊ ഒരാഴ്ച വരെ എന്റെ പണം സഖാവിന് വേണം അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് തരാൻ പറ്റിയില്ലെങ്കിലോ? തരും, തന്നിരിക്കും. എവിടുന്ന്? സഖാവിന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അമ്മാമ്മ എന്നോട് എല്ലാം പറഞ്ഞു. എന്തിനാ സഖാവ് ഇത്ര വലിയ ടെൻഷൻ? സഖാവ് തന്നെയല്ലേ പറഞ്ഞേ, പണം വരും പോകും, 4 അക്ഷരം പഠിച്ച അതി ഉണ്ടാവുന്നു. പരീക്ഷ വരണേ 4 അക്ഷരം പോയി പഠിക്ക്. IAS എടുത്ത് വലിയ കളക്ടർ ആവുന്ന അമ്മാമ്മയ്ക്ക് വാക്കുകൊടുത്ത ആളല്ലേ?